മുനമ്പത്ത് തങ്ങൾക്ക് വസ്തുക്കളൊന്നുമില്ലെന്നും മേൽനോട്ട ചുമതലയാണുള്ളതെന്നും വഖഫ് ബോർഡിന്റെ വിവരാവകാശ രേഖ. വഖഫ് നിയമം നിലവിൽ വന്നത് 1954-ലാണ്. ബോർഡ് വന്നത് 1960-ലും. ഈ സമയത്ത് ബോർഡിന്റെ ഉടമസ്ഥതയിൽ വസ്തുക്കളൊന്നുമില്ലെന്ന വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. മുനമ്പത്തെ വസ്തുക്കൾ സംബന്ധിച്ച രേഖകളൊന്നും വഖഫ് ബോർഡിന്റെ കൈവശമില്ലെന്നാണ് വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നത്. വഖഫ് വസ്തുക്കളുടെ വിൽപ്പന നടത്താൻ ബോർഡിന് അനുമതിയുണ്ടായിരുന്നു. എന്നാൽ 2013-ലെ ഭേദഗതി നിയമപ്രകാരം ഒരുവിധത്തിലുള്ള വിൽപ്പനയ്ക്കും അധികാരമില്ല. അതിനു മുൻപ് വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ആധാരം നിലനിൽക്കുന്നതാണെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു. മുനമ്പത്ത് ഭൂമി വഖഫ് ബോർഡിന് നൽകുന്നതിനുള്ള എന്തെങ്കിലും അപേക്ഷയോ മറ്റ് രേഖകളോ ഓഫീസിലില്ല. മുനമ്പത്തെ ഭൂമിയുടെ കോപ്പികളും വഖഫ് ബോർഡിന്റെ കൈവശമില്ല. വഖഫിന്റെ കയ്യിൽ ഈ പറയുന്ന രേഖകളും ഇല്ല, ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തതായിട്ടും ഇല്ല. വഖഫിന്റെ അസസ്മെന്റ് രജിസ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് അവരുണ്ടാക്കി നിലവിലുള്ള നിയമം അനുസരിച്ചിട്ട് ഇത് വഖഫ് ചെയ്തതാണെന്ന് പറഞ്ഞാൽ അവരുടെ ട്രൈബ്യൂണലിൽ പോയി നമുക്ക് ഇതിനെ പുറകെ നടക്കാമെന്നുള്ളതല്ലാതെ സിവിൽ കോടതിയിൽ ചോദ്യം ചെയ്യാനും പറ്റില്ല. ഈ മുനമ്പത്തെ ഭൂമിയിൽ ഇത് വഖഫ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ആപ്ലിക്കേഷൻ അങ്ങനെ ഒരു പ്രൊസീജിയർ കണ്ടിട്ടുമില്ല. അപ്പോൾ അത് വഖഫ് ചെയ്തതായിട്ട് പോലും നിലവിൽ രേഖയില്ല. സിദ്ദിഖ് സേട്ടിനും സത്താർ സേട്ടിനും എന്താവശ്യത്തിനു വേണ്ടിയാണ് അന്നത്തെ അധികാരികൾ ഭൂമി നൽകിയതെന്ന ചോദ്യത്തിനും വഖഫ് ബോർഡിന് ഉത്തരമില്ല. ഇതോടെ മൂസ അബ്ദുൽ കരീം സേട്ടിന്റെ കുടുംബത്തിന് രാജഭരണകാലത്ത് കൃഷി ആവശ്യത്തിന് നൽകിയ ഭൂമി സിദ്ദിഖ് സേട്ടിന്റെ കൈകളിലെത്തുകയായിരുന്നു എന്നത് വ്യക്തമാവുകയാണ്. ഇത് ഫാറൂഖ് കോളേജിന് എഴുതിവെച്ചതായും വിവരാവകാശ നിയമപ്രകാരം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുന്നു. ഫാറൂഖ് കോളേജിന് എത്ര സെന്റ് വസ്തുവാണ് നൽകിയതെന്നതും ഇല്ല. അതിന്റെ കൈവശാവകാശ രേഖകൾ ഫാറൂഖ് കോളേജിന്റെ ട്രസ്റ്റിലുമില്ല. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ മുനമ്പത്തെ ഭൂമി വഖഫ് ബോർഡിന്റേതാണെന്ന് ആവർത്തിക്കുമ്പോഴാണ് വഖഫ് ബോർഡ് തന്നെ ഇത് നിഷേധിക്കുന്നത്. കിരൺകുമാർ, ജനം, കൊച്ചി.